നമ്മൾ എവിടെയാണ്? ദുർഗന്ധം കൊണ്ട് ശ്വസിക്കാൻ കഴിയുന്നില്ല. രാക്ഷസന്മാർ ഗുഹയുടെ കവാട അടച്ചു കഴിഞ്ഞു. ഇനി മരണം ഉറപ്പാണ്. ഈ രാക്ഷസന്മാർ നമ്മെ വെറുതെ വിടില്ല. കൂട്ടരെ, എന്തിനിത്ര നിരാശപ്പെടുന്നു? മൃത്യുവിന്റെ വക്രത്തിൽ എത്തിയിട്ടും ഇനിയും ജീവിച്ചിരിക്കണമെന്ന് ആശിക്കണമെന്നോ? ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ അതിൽ വിശ്വസിക്കാനും കൂടി പഠിക്കണം. വിശ്വാസമില്ലാതെ നാവുകൊണ്ട് ജപിച്ചാൽ മാത്രം ഒരു ഫലവുമില്ല. അദ്ദേഹം നമ്മുടേതെന്ന് തോന്നുമ്പോൾ അദ്ദേഹം വിളിയും കേൾക്കും. വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല സുപ്രിയ. നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഉപായം ആലോചിക്കാം. നാം ആലോചിച്ചിട്ട് എന്ത് ഫലം? വരുന്നത് ഭഗവാൻ തീരുമാനിച്ചതായിരിക്കും. അദ്ദേഹം നമ്മെക്കുറിച്ച് നല്ലത് വിചാരിക്കട്ടെ. അതിനായിട്ട് നമുക്ക് അദ്ദേഹത്തെ സ്മരിക്കാം, അദ്ദേഹത്തിന്റെ നാമം ജപിക്കാം. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം സുപ്രിയ. നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. ഹേ മഹാദേവ, ഞങ്ങളുടെ കയ്യിൽ പത്രമില്ല, പുഷ്പമില്ല, അക്ഷതമില്ല, കുങ്കുമവും ദീപവുമില്ല. ഞങ്ങളുടെ പക്കൽ ഒന്നുമില്ല. ഉള്ളത് കേവലം ഞങ്ങളുടെ ഭക്തിയാണ്. ഈ ദുഃഖിതരുടെ പ്രാർത്ഥന അങ്ങ് കേട്ടാലും ഞങ്ങളെ രക്ഷിക്കണേ. എല്ലാവരും വരും, ശിവഭജനം ആരംഭിക്കാം. ഓം നമഃ ശിവായ, 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 ഓം നമഃ. കണ്ടോ കൂട്ടരെ, ഭഗവാൻ ശിവൻ നമ്മുടെ വിളി കേട്ടു. ഭഗവാൻ ശിവൻ വിളി കേട്ടുവെന്നോ? ശിവന്റെ കഴുത്തിലെ നാഗം ഭഗവാന്റെ സന്ദേശവാഹകൻ തന്നെയല്ലേ? എന്ത് സന്ദേശമാണ് കൊണ്ടുവന്നിരിക്കുക? ഭഗവാൻ ശിവൻ ദാരുകനിൽ നിന്നും നമ്മെ തീർച്ചയായും രക്ഷിക്കുമെന്ന്. ഓം നമഃ ശിവായ, 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 വിഡ്ഢികളെ, മരണത്തിന്റെ വായിലെത്തിയിട്ടും ശിവന്റെ നാമം നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലേ? ഓം നമഃ ശിവായ, ഓം കാണട്ടെ, ശിവൻ നിങ്ങളെ രക്ഷിക്കുന്നത് കാണട്ടെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. പറയൂ കൂട്ടരെ, ഭഗവാൻ ശിവൻ നമ്മുടെ വിളി കേട്ടില്ലേ? കേട്ടു കേട്ടു കേട്ടു. വിശ്വാസത്തിന്റെ ഫലം മധുരമല്ലേ? തീർച്ചയായും. എന്നാൽ ഒത്തു പറയാം. ഓം നമഃ ശിവായ. മഹാരാജ ദാരുക, മഹാരാജ ദാരുക, ദാരുക രാജ, ഞങ്ങളെ രക്ഷിക്കണേ. ജലദേവ, ദൈത്യരാജ, അങ്ങ് എവിടെ?
ദാരുകരാജൻ ദാരുകനെത്തി. ദാരുകരാജൻ ജയിക്കട്ടെ, ദാരുകൻ ജയിക്കട്ടെ. പറയ, എന്തിനാ വിളിച്ചത്? കണ്ടോ, ഞങ്ങളുടെ ദുർദശ കണ്ടോ? ആരാണ് ഈ ദുർദശയ്ക്ക് കാരണം? ഗുഹയിലെ സർപ്പങ്ങൾ. ശിവന്റെ സർപ്പങ്ങൾ, ശിവലിംഗത്തിൽ നിന്ന് വന്നവ. ശിവൻ, ശിവലിംഗം. ഈ ശിവൻ ഏറെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. എനിക്കവനെ നിലയ്ക്ക് നിർത്തിയേ പറ്റൂ. എവിടെയാ സർപ്പം? അവിടെ ഗുഹയിൽ. വാ നടക്ക്, നോക്കട്ടെ എവിടെയാ സർപ്പം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. എന്തു പറ്റി? നീ കേട്ടില്ലേ ശബ്ദം? രാക്ഷസന്മാരാ. നിങ്ങൾ അറിഞ്ഞതല്ലേ ഭഗവാന്റെ കൃപ. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങളുടെ വിശ്വാസം എന്തുകൊണ്ടാണ് ഉറയ്ക്കാത്തത്? എന്തു ചെയ്യാനാ സുപ്രിയ? രാക്ഷസനെയുള്ള ഭയം വിശ്വാസം തകർക്കുന്നു. സത്യം അതല്ല, നിങ്ങളുടെ എല്ലാം മനസ്സിൽ വിശ്വാസമില്ല. കാരണം വിശ്വാസമുള്ളയിടത്ത് ഒരിക്കലും ഭയം ഉണ്ടാവുകയില്ല. വിശ്വാസം ജലത്തിൽ ഓളങ്ങൾ പോലെ വരും പോകും. നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഭയം സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാം? പ്രാണഭയം തടുക്കാൻ വയ്യ. എവിടുന്ന് കിട്ടി ഈ പ്രാണൻ? പറയ, എവിടുന്ന് കിട്ടി? ചന്തയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയതാണോ? ഈ മർത്യജന്മം നമുക്ക് ആര് നൽകിയോ? ആ ശക്തിയുടെ അധീനതയിലാണ് പ്രാണൻ. ആ ഭഗവാൻ ശിവൻ ഇപ്പോൾ നമ്മുടെ പ്രാണരക്ഷയ്ക്ക് ഉപായമുണ്ടാക്കും. മഹാരാജൻ ദാരുക, ഈ ശിവഭക്തരെയെല്ലാം നമുക്ക് വെട്ടിനുറുക്കി കടലിൽ കളയണം. ആ ദാരുകരാജ, അഹങ്കാരികളാണ് ഈ ശിവഭക്തന്മാർ. ഞാൻ ഇന്നെല്ലാവരെയും ശരിയാക്കുന്നുണ്ട്, ശിവനെയും ശിവന്റെ ഭക്തന്മാരെയും. അത് തന്നെ വേണം. ഞങ്ങളുടെ സ്വാമി മഹാനായ താരകാസുരനും ഈ ശിവഭക്തന്മാരെ കൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദാരുകരാജ. എല്ലാ കഷ്ടവും ഇന്ന് തീരും. താരകാസുരന്റെയും നിങ്ങളുടെയും. ഓം നമഃ ശിവായ. അയ്യോ, അതാ രാക്ഷസന്മാർ. വന്നോട്ടെ, ഭഗവാൻ ശിവൻ നമ്മെ രക്ഷിക്കും. പക്ഷെ അദ്ദേഹം നമ്മെ രക്ഷിക്കുവാൻ നാം പൂർണ്ണ വിശ്വാസത്തോടുകൂടി അദ്ദേഹത്തെ ശരണം പ്രാപിക്കണം. ഞങ്ങൾ ശരണാർത്ഥികളാണ്. എന്നാൽ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പരമശിവൻ നമ്മെ രക്ഷിക്കും. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭയപ്പെടേണ്ട. ഈ പാശുപതാസ്ത്രം എടുത്തുകൊള്ളുക. അത് നിങ്ങളെ രക്ഷിക്കും. ഇതാ ദാരുകൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവൻ അവന്റെ മൃത്യുവിലേക്കാണ് വരുന്നത്. വത്സ, സുപ്രിയ, പാശുപതാസ്ത്രം കൊണ്ട് അവനെ നിഗ്രഹിച്ച് ഈ പ്രദേശത്തെ എന്നേക്കുമായി ഭയവിമുക്തമാക്കൂ. എടുക്കൂ പാശുപതാസ്ത്രം. താരകാസുരന്റെ സേനാപതിയെ നിങ്ങൾ ഓടിച്ചു. പക്ഷേ ദാരുകന് നിങ്ങൾക്ക് ഓടിക്കാനാകില്ല. ദാരുകന് നിങ്ങളെ ഞാൻ സർവനാശം വരുത്തും. ഓം നമഃ ശിവായ. ഭഗവാൻ ശിവശങ്കരൻ ജയിക്കട്ടെ. ഭഗവാൻ മഹാദേവ, ഹര ഹര മഹാദേവ, ഭഗവാൻ മഹാദേവ. ഹര ഹര മഹാദേവ. പറയൂ കൂട്ടരെ, ദുഷ്ടനോടുള്ള ഭയമോ ഭഗവാനെ വിശ്വാസമോ വലുത്? ഭഗവാന്റെ വിശ്വാസം. ഈ സത്യത്തെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത് കൂട്ടരെ. ഭഗവാൻ ചിലപ്പോൾ വല്ലാത്ത സ്ഥിതിയിൽ അകപ്പെടുത്തും, രക്ഷ പ്രാപിക്കാനാകാത്ത സ്ഥിതിയിൽ. അദ്ദേഹം നമ്മെ അനേകം തവണ രക്ഷിച്ചു. നാം അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും. ഭഗവാൻ ശിവൻ നമുക്ക് പിതാവാണ്, നാം അദ്ദേഹത്തിന്റെ സന്താനങ്ങളും. അദ്ദേഹം നമ്മെ രക്ഷിക്കുന്നു, പക്ഷേ നമുക്ക് അദ്ദേഹത്തെ കാണാനാകുന്നില്ല. ദർശനം എന്തുകൊണ്ട് നൽകുന്നില്ല? അദ്ദേഹത്തെ വിളിക്കൂ, ഉറക്കെ വിളിക്കൂ. അദ്ദേഹത്തിന്റെ ദർശനം നമുക്ക് തീർച്ചയായും ലഭിക്കും. ആ ശരി, നമുക്ക് ചേർന്ന് വിളിക്കാം. ഓം നമഃ ശിവായ, ഓം നമഃ
നമഃ ശിവായ. ഓം നമഃ ശിവായ.